സന്തോഷിച്ച് ആനന്ദിക്കാം. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? തിരുവചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അതിൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുവചനത്തിന്റെ അത്ഭുത പ്രകാശം ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടെ നിന്ന് ഉദിപ്പിച്ച് നിലനിർത്തുകയും നടത്തുകയും ചെയ്യുന്ന കരുണകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തീയ വിദ്യാഭ്യാസ വാരാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് നടത്തുന്ന ഈ ആരാധനയുടെ മഹത്വം തിരുനാമത്തിന് പുകഴ്ചയായി തീരുവാനും ഞങ്ങൾക്ക് അനുഗ്രഹകരമായി തീരുവാനും അവിടുന്ന് സഹായിക്കണമേ. ഈ ആരാധനയിലൂടെ ഉയർത്തെഴുന്നേൽപ്പിന്റെയും പെന്തക്കോസ്തിന്റെയും ജീവിത അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ ക്രിസ്തീയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായും വിശേഷാൽ സൺഡേ സ്കൂളുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുനാമഹത്വത്തിനായി ഞങ്ങൾ നിലനിൽക്കുവാൻ, ഞങ്ങളുടെ തലമുറകളെ സജ്ജമാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ. ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെയും തിരുശക്തി ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ അർപ്പിച്ച് നടത്തണം. യേശുമശിഹ മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് 16-ാമത്തെ പാട്ട്, എന്നിടെ യഹോവ പിതാവാം എന്ന പാട്ട് ചേർന്ന് ദൈവനാമ മഹത്വത്തിനായി ആലപിക്കാം. Yeah.
122 കാണുന്ന സ്തുതിലിത്താനികൾ. സകലത്തെയും സൃഷ്ടിക്കുകയും തന്റെ സൃഷ്ടിയെ കരുതുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്ന നിത്യനായ ദൈവമേ, പൈതങ്ങളെ തന്റെ അടുക്കൽ വരുവാൻ കൽപ്പിക്കുകയും അവർക്ക് ദൈവരാജ്യത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്ത പുത്രനായ ദൈവം കർത്താവേ, സത്യത്തിന്റെ ആത്മാവിനാൽ ഞങ്ങൾ വഴികാട്ടിയും ശക്തിയുടെ ഉറവിടവുമായിരുന്ന പരിശുദ്ധനായ ദൈവമേ, സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ജനയിതാവായ റോബർട്ട് റൈറ്റ്സിന്റെ ജീവിതത്തിനും സേവനത്തിനുമായി പൈതങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് നൽകിയിരിക്കുന്ന ബോധ്യത്തിനായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭവനങ്ങൾക്ക് വേണ്ടിയും സ്നേഹമുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സ്നേഹിതർ തുടങ്ങി എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഞങ്ങളുടെ മഹായിടവകയിലെ എല്ലാ ക്രിസ്തീയ വിദ്യാഭ്യാസ പ്രവർത്തകർക്കായും വിശേഷ സൺഡേ സ്കൂളിനും അധ്യാപകർക്കുമായും നമുക്ക് പാപമില്ലെന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മെ ഇല്ലാതായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. മുടക്കി പ്രാർത്ഥിക്കാം. 124 പദത്തിലെ പാവസ്വീകാര പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും അങ്ങേക്ക് അനിഷ്ടമായി ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ കോപവും തന്നിഷ്ടവും അനുസരണക്കേടും അസത്യവും ദുഷ്പ്രവൃത്തിയും എല്ലാം ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. ഞങ്ങൾ ചെയ്യാറുപോയ കാര്യം ചെയ്തുപോയിരിക്കുന്നു. തിരുവചനം വായിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ഞങ്ങൾ കുറവുള്ളവരായിരിക്കുന്നു. സ്നേഹവാനായ കർത്താവിനോടൊപ്പം എന്നും ജീവിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ മക്കളായി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ കരയറ്റാം. 124 പദത്ത് കാണുന്ന ലിത്താനി അതിനായിട്ട് ഉപയോഗിക്കാം. ശക്തിയും പ്രദാനം ചെയ്യുന്ന തിരുവചനം പഠിക്കാനുള്ള അവസരത്തിനായി ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തോത്രം കരയറ്റുന്നു. ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കായി ക്രിസ്തീയ വിദ്യാഭ്യാസം നൽകുന്നതിനായി അവരുടെ മധ്യേ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകൾക്കായും പ്രവർത്തകർക്കായും ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തോത്രം കരയറ്റുന്നു. ഞങ്ങളുടെ മഹായിടവകയിലെ ക്രിസ്തീയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായും ഞങ്ങളുടെ എല്ലാ അധ്യാപകർക്കായും വിദ്യാർത്ഥികൾക്കായും ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തോത്രം കരയറ്റുന്നു. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൂട്ടായ്മയ്ക്ക് വേണ്ടിയും ഞങ്ങൾക്ക് പരസ്പരം അറിയുവാനും ഒരുമിച്ച് വളരുവാനുമുള്ള സാധ്യതകൾക്ക് വേണ്ടിയും ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തോത്രം കരയറ്റുന്നു. പൈതങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനവും പങ്കാളിത്തവും നൽകിയതിനായും യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട നിത്യമായ പ്രത്യാശയ്ക്കായും ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തോത്രം കരയറ്റുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഗുരുവും കർത്താവുമായ യേശുവേ, അങ്ങയുടെ ധൈര്യപൂർവമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ പകരണമേ. ഞങ്ങളുടെ ഹൃദയം അതിനാൽ നിറയ്ക്കണമേ. അറിവിന് അതീതമായ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങളുടെ ഭൂതവാന്മാരാക്കി തീർക്കണമേ. അതുല്യമായ സ്നേഹത്തിന്റെ ശക്തിയിൽ ഞങ്ങൾ ജീവിക്കുകയും മറ്റുള്ളവരെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നവരാക്കുകയും ചെയ്യുവാൻ സഹായിക്കണമേ. സ്നേഹമായിരിക്കുന്ന ദൈവത്തിന്റെ നാമമഹത്വത്തിനായി തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഈ സമയത്ത് 284 പാട്ട് ദൈവത്തിന്റെ തിരുനാമ മഹത്വത്തിനായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാടാം. 284 പാട്ട്. Never
വാക്യപ്രതി വാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 127. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃദ്ധ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃദ്ധ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാരത്തിൽ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നത് വ്യർത്ഥമത്രേ. പ്രിയനാവുന്നത് വർക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉത്തരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിൽ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്ന യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷന്മാർ ഭാഗ്യവാൻ. നഗരവാദികൾ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള ലയിച്ചു പോവുകയില്ല. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഇന്ന് അഖിലലോക സൺഡേ സ്കൂൾ ദിനവുമായുള്ള ബന്ധത്തിൽ ആരാധന നടത്തുന്നതുകൊണ്ട് നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരും കുഞ്ഞുങ്ങളുമാണ് ഇന്നത്തെ ആരാധനയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് നേതൃത്വം നൽകുന്നത്. സൺഡേ സ്കൂൾ അധ്യാപകരിൽ ചിലരെ ചേർന്ന് ഒരു പാട്ട് ഇപ്പോൾ പാടുന്നതാണ്. അത് നമുക്ക് ശ്രദ്ധിക്കാം. തയ്യാറായിട്ടില്ല. നമുക്ക് തിരുവചന കേൾവിക്കായി നമ്മെ വിനയപ്പെടുത്താം. ആദ്യമായി പഴയ നിയമ വേദഭാഗവും ലേഖന വേദഭാഗവും സുവിശേഷവും നമുക്ക് ശ്രദ്ധിക്കാം. വായിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന പഴയ നിയമ വേദഭാഗം സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 15 മുതൽ 26 വരെ. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 15 മുതൽ 26 വരെ. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എൻ്റെ ഹൃദയവും സന്തോഷിക്കും. നിന്റെ അധരം നേർ സംസാരിച്ചാൽ എൻ്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. മകനെ, കേട്ടു ജ്ഞാനം പഠിക്ക. നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയനും അതിഭക്ഷകനും ദരിദ്രരായി തീരും. നിദ്രാലുപ്തം പഴന്തുണി ഉടുക്കുമാറാക്കും. നിന്നെ ജനിപ്പിച്ച അപ്പൻ്റെ വാക്ക് കേൾക്ക. നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. നീ സത്യം വിൽക്കുകയല്ല, വാങ്ങുകയത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും. ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ. നിന്നെ പ്രസവിച്ചകൾ ആനന്ദിക്കട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. എൻ്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. എൻ്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. ലേഖന വേദഭാഗം എഫേസ്യർ 6-ാം അധ്യായം 10 മുതൽ 18 വരെ. എഫേസ്യർ 6-ാം അധ്യായം 10 മുതൽ 18 വരെ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ടും നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും
ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. നമുക്ക് സുവിശേഷം ശ്രദ്ധിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 6 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 6 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനം ചെവിക്കൊള്ളാം. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കെ വന്നു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ അടുക്കെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരുക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ തള്ളിക്കളയുന്നത് അവന് നന്ന് എന്ന് യേശു അരുളി ചെയ്തു. അപ്പോസ്തല വിശ്വാസ പ്രമാണങ്ങളുടെ വാക്കുകളിൽ നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22-ാം ക്രമം. സർവശക്തിയുടെ പിതാവായ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ പാതിപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന് വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിൽ വിശുദ്ധന്മാരുടെ സംസർഗത്തിൽ പാപമോചനത്തിൽ മരിച്ചവരുടെ പുനരുദ്ധാരണത്തിൽ നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവങ്ങളിൽ വിനയപ്പെടുത്താം. മുട്ടുകൾ മടക്കാം, പ്രാർത്ഥിക്കാം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടാം. നാവിതു പോരാ, നാടിതു പോരാ, നാവിതു പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടാം. നാവിതു പോരാ, നാടിതു പോരാ, ജീവിതം ഇത് പോരാ. നാവിതു പോരാ, നാടിതു പോരാ, ജീവിതം ഇത് പോരാ. പൈതങ്ങളെ എൻ്റെ അടുക്കൽ വിടുവിൻ, അവരെ തടുക്കരുത് എന്ന് അരുളി ചെയ്ത സ്വർഗസ്ഥ പിതാവ് നല്ല കർത്താവേ അപ്പച്ച, ഒരു പരിശുദ്ധ ദിവസം കൂടെ കാണുവാനും അവിടുത്തെ സന്നിധിയിലായിരിക്കാനും 7 അടിയങ്ങൾക്ക് ഒരു അവസരം കൂടെ എൻ്റെ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് അടിയങ്ങൾ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എത്രയോ അനേകായിരങ്ങളപ്പാ ഈ സമയം ആശുപത്രിയുടെ കോണുകളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന ഈ സമയത്ത് ഇഴകളായ അടിയങ്ങൾക്ക് എൻ്റെ ദൈവം ഈ ആലയത്തിലായിരിക്കാൻ ഒരു അവസരം തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്ന നാഥ. ഞങ്ങളുടെ ആലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നപ്പച്ച കർത്താവെ, അവരുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അറിയുന്നില്ല എങ്കിലും സ്വർഗസ്ഥനായ എൻ്റെ ദൈവം അറിയുന്ന കൃപയോർത്ത് അടിയങ്ങൾ സ്തുതിക്കുന്ന നാഥ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എന്തെല്ലാം ആവശ്യഭാരങ്ങളുണ്ടോ അതിലെല്ലാം എൻ്റെ കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലോകം മുഴുവനും കോവിഡ് എന്ന മഹാരോഗത്താൽ കർത്താവെ അനേകായിരങ്ങൾ കഷ്ടപ്പെടുന്നപ്പാ എൻ്റെ കർത്താവെ, ഈ ലോകത്ത് നിന്ന് അവിടെ നിന്ന് തുടച്ചു മാറ്റണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ.
മനുഷ്യരെ കൊണ്ട് അസാധ്യം കർത്താവേ, എന്നാൽ ദൈവത്തെ കൊണ്ട് സകലതും സാധ്യമപ്പച്ച. എന്റെ ദൈവം ഇതിനൊരു വിടുതലൊക്കെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്റെ യേശു പാവടന്ന് തന്നെ അങ്ങ് പ്രവർത്തിക്കണമേ എന്നടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥാ. കർത്താവേ, കഴിഞ്ഞ വർഷം അഖിലലോക സൺഡേ സ്കൂളായി ആചരിച്ച അടിയങ്ങൾക്ക് ഈ വർഷവും കർത്താവെ ദൈവസന്നിധിയിലായിരിക്കാൻ എന്റെ ദൈവം ഒരു അവസരം തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കോവിഡ് എന്ന രോഗം കാരണം കുഞ്ഞുമക്കൾക്കൊന്നും ആലയത്തിൽ വരുവാൻ കഴിയുന്നില്ല പച്ച. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ കുഞ്ഞു പ്രായം മുതൽ സൺഡേ സ്കൂളിലൂടെ ദൈവവചനം പഠിച്ച മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട അനുസരണയുള്ള മക്കളായി ജീവിപ്പാ എന്റെ ദൈവം ഓരോ മക്കളെയും അങ്ങ് ഒരുക്കണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥാ. ഞങ്ങളുടെ ആലയത്തിലെ വചനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നാഥാ. യൗവനത്തിലും സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് ഓരോ മക്കളും ആയിരിക്കാൻ എന്റെ ദൈവം കൃപ ചെയ്യണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥാ. വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, വാർദ്ധക്യത്തിലും കർത്താവെ ഫലം കായ്ച്ചുകൊണ്ട് ജീവിപ്പാൻ എന്റെ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിലെ 2 പുരോഹിതന്മാർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബമായി ദൈവത്തിനായി ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആരാധനയിലെ എല്ലാ സംഘടനകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു കർത്താവെ. ഇന്ന് സൺഡേ സ്കൂളിന്റെ ഭാഗമായി ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നു പച്ചാ. ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്ത ഭാഗം ഭംഗിയായി ചെയ്യുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നപ്പാ. ആദ്യം മുതൽ അവസാനം വരെയും അവിടുത്തെ കൃപയും സാന്നിധ്യവും ഉണ്ടായിരിക്കണമേ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷപ്പെടുത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുകയും ചെയ്യുന്നു. ഇന്ന് കേരള പിറവി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിലെ ആളുകളെന്ന നിലയിൽ ഒരു അനുഗ്രഹീതമായ സംസ്ഥാനത്തിൻ്റെ ഭാഗമാകുവാൻ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മാത്രമല്ല, ലോക വ്യാപകമായി നമ്മുടെ തിരുസഭകൾ അഖില ലോക സൺഡേ സ്കൂൾ ദിനാഘോഷമായിട്ട് കൂടെ ഇന്ന് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ആരാധനയിലും നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളും അധ്യാപകരും വിവിധ ഭാഗങ്ങളെടുത്ത് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചന ദൂത് നമ്മുടെ സൺഡേ സ്കൂൾ സെക്രട്ടറി മിസ്റ്റർ വിനോജ് ഡി സാരസമാണ് നമ്മോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും സജീവമായി പങ്കുചേരുവാൻ പരിമിതികളുടെ മധ്യയും ദൈവം നമ്മെ സഹായിക്കുന്നു. അതിനെ ഓർത്ത് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ കരയറ്റാം. നമ്മുടെ TJM ഓഡിറ്റോറിയത്തിൻ്റെ പണികൾ പുരോഗമിച്ചു വരികയാണ്. 2ാമത്തെ ഘട്ട പണികളുടെ ഭാഗമായിട്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. അതിനായി തുടർന്നും ധർമ്മങ്ങൾ അർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പാലിയേറ്റീവ് കെയറിൻ്റെയും പോർ ഫണ്ടിൻ്റെയും പ്രവർത്തനങ്ങളും ഭംഗിയായി നടക്കുന്നു. സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ തദ്ദേശീയമായും ദേശീയമായുമുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നമുക്ക് ദൈവം നൽകിയ കൃപകളനുസരിച്ച് നാം മുന്നോട്ട് പോവുകയാണ്. തുടർന്നും സഹകരിക്കുവാൻ നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാലിയേറ്റീവ് കെയറിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പ്രത്യേകം ബോക്സ് കളക്ഷൻ ഈ നാളുകളിൽ സ്വീകരിക്കുകയാണ്. അതിൽ ഏവരും സഹകരിക്കുവാൻ ഓർമ്മപ്പെടുത്തുന്നു. പൂഞ്ഞാങ്കോട് സൺഡേ സ്കൂളിൽ നിന്ന് വൈകുന്നേരം ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നമ്മുടെ എല്ലാ ആ സ്ഥലത്തുള്ള ആളുകൾ പങ്കെടുക്കുകയും അതുപോലെ ആരാധനയിൽ പങ്കുചേരുകയും ചെയ്യുക. സെലിൻ ജോർജ് എന്ന മാതാവ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച 29-ാം തീയതിയാണ് ഹൃദയ സംബന്ധമായ പ്രയാസങ്ങൾ മുഖാന്തരം ചികിത്സയിലായിരുന്നു. ആ കുടുംബത്തെ നമുക്ക് പ്രത്യേകം ഓർക്കാം. നമ്മുടെ തിരുസഭയുമായിട്ട് ചേർന്ന് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ കരയറ്റാം. ഒരു വിവാഹ പരസ്യമുണ്ട്.
ചങ്ങനാശ്ശേരി ഡയോസിസിൽ നെയ്യാറ്റിങ്കര ഡിസ്ട്രിക്റ്റിൽ സെൻറ്റ് ജോസഫ്സ് ഉച്ചപ്പുറം സഭയിൽ മിസ്റ്റർ എസ് റോബിൻസൺ, മിസ്സിസ് ജെ വിമല, മകൻ ആർ രതീഷ് കുമാറും, കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കട സഭയിൽ മിസ്റ്റർ ഡി ശിശുരാജൻ, മിസ്സിസ് ജെ ബിന്ദു, മകൾ ശരണ്യ രാജൻ തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമ്മതിച്ചിരിക്കുന്ന വിവാഹം നിയമവിരുദ്ധമാണെന്നോ വേദവിപരീതമാണെന്നോ ആർക്കെങ്കിലും തക്കതായ കാരണം തെളിയിക്കുന്നതിന് കഴിഞ്ഞാൽ ആയതിനെ ഇന്നു മുതൽ 10 ദിവസങ്ങൾക്ക് രേഖമൂലം അറിയിക്കേണ്ടതാണ്. നമുക്ക് നമ്മുടെ സ്തോത്ര വഴിപാടുകളും നേർച്ചകളും കാഴ്ചകളും ഓർക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്നുകൂടെ വിനയപ്പെടുത്താം. നിങ്ങളുടെ കാഴ്ചകളും നേർച്ചകളും ആരാധനയ്ക്കായി കടന്നു വന്നപ്പോൾ ഫ്രണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോക്സിൽ നിങ്ങളത് നിക്ഷേപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ആർക്കെങ്കിലും അത് കഴിയാതുണ്ടെങ്കിൽ ആരാധന കഴിഞ്ഞു പോകുന്ന സമയത്ത് ഡോറുകളുടെ സമീപത്തായിട്ടുള്ള കാണിക്ക ബോക്സിൽ അത് സമർപ്പിക്കുവാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കുടുംബജീവിതത്തിലേർപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന ആളുകളുണ്ട്. നാം കുടുംബമായ ദൈവസന്നിധിയിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നവരുണ്ട്. അതുപോലെ നമ്മോടൊപ്പം ദൈവസന്നിധിയിൽ ആരാധനയിൽ പങ്കുചേർന്ന് സജീവമായിരുന്ന വലിയ മാതാവിൻ്റെ ദേവവിയോഗത്തിൽ ദുഃഖത്തിലിരിക്കുന്ന കുടുംബമുണ്ട്. ആ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് വർദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. മഹാകരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ ദൈവമായ സ്വർഗസ്ഥ പിതാവേ, കാലാകാലങ്ങളിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അവിടെ നിന്ന് നടത്തുന്നു, നിലനിർത്തുന്നു. അതിനാൽ സ്തോത്രം ചെയ്തു. ഞങ്ങളെ തിരുസഭയായി വിളിച്ച് വേർതിരിച്ച് അവിടുന്ന് പരിപാലിക്കുന്നല്ലോ. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കേരള പിറവിയുമായുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് സന്തോഷത്തോടായിരിക്കാൻ അവിടുന്ന് സഹായം നൽകി ഞങ്ങളെ നടത്തുന്നു. അതിനാൽ സ്തോത്രം ചെയ്തു. അഖില ലോക സൺഡേ സ്കൂൾ ദിനമെന്ന നിലയിൽ ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് തിരുവചനം പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും തിരുവചനത്തിലൂടെ ഞങ്ങളുടെ തലമുറയെ നിലനിർത്തുന്നതിനും സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള അവസരം അവിടുന്ന് നൽകിയിരിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ മാനുഷ്യമായ ധർമ്മങ്ങൾ നിലനിർത്തിയും യേശുക്രിസ്തുവിൽ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ദിവ്യമായ വചസ്സുകൾ ഓർത്ത് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചും അനുഗ്രഹപ്രദമായ ജീവിതത്തിൻ്റെ ഉടമകളായ അവിടുത്തെ സാക്ഷികളായി നിലനിൽപ്പാൻ ഞങ്ങളെ തുടർന്നും സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഏവരെയും അനുഗ്രഹിക്കണമേ. കാഴ്ചകളായി, നേർച്ചകളായി, മാസവരി സ്തോത്രമായി ഇന്ന് അർപ്പിച്ചിരിക്കുന്ന ഏവരോടും അവിടുന്ന് മനസ്സലിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ പ്രതിസന്ധിയിലും കഷ്ടതയിലും ഞെരുക്കത്തിലും വരുന്നപ്പോൾ അവിടുന്ന് നൽകിയതായ വഴി നടത്തിപ്പിനെ ഓർത്തുകൊണ്ട് സ്തോത്രത്തോടെ നന്ദിയോടെ ആയിരിക്കുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ കാഴ്ചകളെ അവിടുന്ന് സ്വീകരിക്കണമേ. ജന്മനാൾ ആഘോഷിച്ചും കുടുംബവാർഷികം ഓർത്തും തിരുസന്നിധിയിലായിരിക്കുന്നവരുണ്ട്. അവരെ അവിടുന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. കർത്താവെ, പ്രത്യേകാൽ നവദമ്പതികളായി കുടുംബജീവിതത്തിൽ ദൈവം അവരെ പ്രവേശിപ്പിച്ചു എന്നുള്ള ബോധ്യത്തോടെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. അവിടുത്തെ ദിവ്യ കൃപകൾ നൽകി പരിപോഷിപ്പിക്കണമേ. ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കുന്നതിനും അവിടുത്തെ തിരുകൃപ അനുഭവിക്കുന്നതിനുള്ള അവസരം നൽകി ഞങ്ങളെ നടത്തുന്നല്ലോ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളോടൊപ്പം ആരാധിച്ച് ദൈവകൃപ അനുഭവിച്ച് കൂട്ടായ്മ പങ്കിട്ട സെലിൻ ജോർജ് എന്ന അവിടുത്തെ ദാസിയുടെ ജീവിതത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, അവരുടെ ജീവിതവും പ്രവർത്തനവും സാക്ഷ്യവും ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് പരിപോഷണവും ഞങ്ങളുടെ സമൂഹത്തിൽ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള മുഖാന്തരവുമാക്കി തീർത്തല്ലോ. തുടർന്നും ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും ആ കുടുംബത്തിന് അവിടുന്ന് ദാനമായി നൽകണമേ. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഞങ്ങളും അവിടുത്തെ രാജ്യത്തിൽ എത്തിച്ചേരേണ്ടവരാണ്. അതിനായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ദൈവശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആവശ്യമായ എല്ലാ നന്മകളും ദാനം ചെയ്യണമേ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ആസ്വദിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. അപ്രകാരം തുടർന്നും നയിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. തുടർന്ന് തിരുവചന കേൾവിക്കായി നമ്മെ വിനയപ്പെടുത്താം. 289 പാട്ടിൻ്റെ ഒരു ചരണം നമുക്ക് ചേർന്ന് പാടാം. 289 പാട്ട്.
അതിനുശേഷം തിരുവചനം കേൾക്കാം. കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദയമായി ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവേ, അഖില ലോക സൺഡേ സ്കൂൾ ദിനമായിട്ട് ഞങ്ങൾക്ക് ആചരിക്കുവാനും മകളുടെ സന്നിധിയിലായിരിക്കാനും ഞങ്ങളെ സഹായിച്ച വലിയ കൃപയായിട്ട് സ്തുതിക്കുന്ന കർത്താവേ, വചനം സംസാരിക്കുന്ന അടിയനെയും കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. ആമേൻ. ബഹുമാനവും സ്നേഹമുള്ള വൈദികർ, ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ, കർത്താവിൽ പ്രിയർ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. അഖില ലോക സൺഡേ സ്കൂൾ ദിനമായ ഇന്ന് 3 ആരാധനയും സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തുവാൻ അനുവാദം തന്ന വൈദികരോടും ചർച്ച് കമ്മിറ്റി അംഗങ്ങളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. 3 ആരാധനയ്ക്കും ഓരോ പ്രോഗ്രാം എടുക്കുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം സൺഡേ സ്കൂൾ ആരംഭിച്ച് ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ ലോക്ക്ഡൗൺ ആയിപ്പോയി. ഒരു നിമിഷം ഞങ്ങൾ ഒരു പകച്ചു നിന്ന് പോയി. കാരണം ഇനി എങ്ങനെ സൺഡേ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ ഞങ്ങളായിരുന്നപ്പോൾ അച്ഛന്മാരുടെ നിർദ്ദേശപ്രകാരം അത് ഓൺലൈനായിട്ട് നമുക്ക് തുടർന്ന് നടത്തുവാൻ സാധിക്കും, അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കാം എന്ന് അച്ഛന്മാർ പറയുകയും ബാക്കി എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് തന്നെ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചു. ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് ഒരു 50 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിദിന വേദ പഠന ക്വിസ് മത്സരം ഓൺലൈനായിട്ട് നടത്തി. അതിൻ്റെ കൺവീനറായിട്ട് വിൽഫ്രഡ് ലാൽ സാർ പ്രവർത്തിച്ചു. അത് എല്ലാവരും വളരെ താല്പര്യത്തോടെ തന്നെ പങ്കെടുത്തു. തുടർന്ന് നമ്മൾ VBS ക്രിസ്തുവിൽ ഒരുമിച്ച് വളരുക എന്ന ഒരു സന്ദേശവുമായി VBS ഡയറക്ടർ ഷാൽസോം സാറിന്റെ നേതൃത്വത്തിൽ 5 ദിവസത്തെ VBS ഇവിടെ നടത്തപ്പെട്ടു. അപ്പോൾ ഓൺലൈനായിട്ട് നടത്തിയപ്പോൾ നമുക്കൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു, എങ്ങനെ VBS നടത്തും. എന്നാൽ നമ്മുടെ മഹാ ഇടവകയ്ക്ക് അകത്തും പുറത്തും മറ്റു സഭാ വിഭാഗത്തിൽപ്പെട്ട അനേകം കുട്ടികൾ, ഏതാണ്ട് 500-ൽ പരം വിദ്യാർത്ഥികൾ നമ്മുടെ VBSൽ പങ്കെടുത്തു. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അധ്യാപകർ നമ്മുടെ VBSൽ ക്ലാസ് എടുത്തു. അത് നമ്മുടെ മഹാ ഇടവകയ്ക്ക് തന്നെ വളരെ ഒരു ചർച്ചാ വിഷയമായ ഒരു സംഭവമായിരുന്നു. അത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അതൊരു വലിയ ഒരു പ്രചോദനമായിരുന്നു. തുടർന്ന് നഴ്സറി മുതൽ സൂപ്പർ അഡൽട്ട് സെക്കൻഡ് വരെയുള്ള എല്ലാ ഗ്രേഡുകൾക്കും പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ഇതിൽ ഓരോ ഗ്രേഡിലെ എല്ലാ കുട്ടികളെയും അതിൽ അംഗങ്ങളാക്കുകയും ചെയ്തു. അതിനുശേഷം 6ാമത്തെ ക്ലാസ് മുതൽ 25ാമത്തെ ക്ലാസ് വരെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ ക്രമീകരിച്ചു. എല്ലാ കുട്ടികൾക്കും ഞായറാഴ്ച രാവിലെ ആരാധന കഴിഞ്ഞുള്ള ക്ലാസ്സുകൾ ഗ്രൂപ്പുകളിൽ ഇട്ടുകൊടുത്തു. ഓൺലൈനായിട്ട് തന്നെ അധ്യാപക പൊതുയോഗങ്ങൾ നടത്തുകയുണ്ടായി. അധ്യാപക പൊതുയോഗ തീരുമാനപ്രകാരം ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ഞായറായിട്ട് ആചരിക്കുകയും എല്ലാ സൺഡേ സ്കൂൾ കുട്ടികൾക്കും അവരുടെ ഭവനങ്ങളിൽ പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. സഭാ അംഗണത്തിൽ വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുകയും എല്ലാ അംഗങ്ങൾക്കും അല്ല, ഏറെക്കുറെ കുറെ അംഗങ്ങൾക്ക് നമ്മൾ വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയുണ്ടായി. തുടർന്ന് എല്ലാ സഭാ ജനങ്ങളുടെയും വീടുകളിൽ മാസ്കുകൾ എത്തിക്കാൻ നമുക്ക് സാധിച്ചു. 3 പ്രാവശ്യമായി 3 ഓൺലൈൻ ടെസ്റ്റ് പേപ്പറുകൾ നടത്തപ്പെട്ടു. ഭവനങ്ങളിലായിരിക്കുന്ന
രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി ഒരു കൗൺസിലിംഗ് ക്ലാസ്, ഓൺലൈൻ കൗൺസിലിംഗ് ക്ലാസ് ക്രമീകരിച്ചു. അതുപോലെ VBSന്റെ ഫോളോ അപ്പ് എല്ലാ വെള്ളിയാഴ്ചയും ക്രമമായി നടന്നു വരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നു, ഈ വരുന്ന വെള്ളിയാഴ്ചയും വളരെ വ്യത്യസ്തത്തോടെ നടത്തപ്പെടും. ഇനി ഓൺലൈൻ കലാമത്സരം അത് വരുന്ന ആഴ്ചകളിൽ തന്നെ നടക്കും. പിന്നെ കുട്ടികളുടെ ക്രിസ്മസ് ഒരുപക്ഷെ നമുക്ക് നേരിട്ട് നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതും ഓൺലൈനായിട്ട് തന്നെ നടത്തുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് വാർഷികത്തോടെ ഈ വർഷത്തെ സൺഡേ സ്കൂൾ അവസാനിക്കും. ഇന്ന് ക്രിസ്തീയ വിദ്യാഭ്യാസ വാരമായിട്ട് ഇന്നു മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വാരാഘോഷമായിട്ട് ആചരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം അച്ഛൻ നിർവഹിക്കും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആ വാരാഘോഷത്തിൽ തിങ്കളാഴ്ച നാളെ സൺഡേ സ്കൂൾ അംഗങ്ങളുടെ രോഗികളായി ആയിരിക്കുന്ന വ്യക്തികളുടെ വീടുകൾ സന്ദർശിക്കും. ചൊവ്വാഴ്ച പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കും. ബുധനാഴ്ച സാക്ഷ്യ ദിനമായി ആചരിക്കും. വ്യാഴാഴ്ച പ്രാർത്ഥനാ ദിനം, വെള്ളിയാഴ്ച ഫോളോ അപ്പ്, ശനിയാഴ്ച സങ്കീർത്തന പാരായണ ദിനം. അങ്ങനെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വാരാഘോഷമായിട്ട് സൺഡേ സ്കൂൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ മഹായിടവിൽ തന്നെ അഭിമാനമായി തീർന്ന ഒരു സൺഡേ സ്കൂളാണ് കാട്ടാക്കട സൺഡേ സ്കൂൾ. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ 2 വൈദികരുമാണ്. ഒരുപക്ഷെ നമ്മൾ പകച്ചുപോയ അവസരത്തിൽ സംഘടനയെ കൈതാങ്ങി വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് ഓൺലൈനായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഇന്ന് അഖില ലോക സൺഡേ സ്കൂൾ ദിനത്തിന്റെ ഈ വരുന്ന ഒരാഴ്ചത്തെ നീണ്ടു നിൽക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും മൊത്തം ചുമതലകൾ അച്ഛന്മാരാണ് വഹിക്കുന്നത്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും വളരെ നല്ല നിർദ്ദേശങ്ങൾ തരികയും മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്ത 2 അച്ഛന്മാരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ സൺഡേ സ്കൂൾ അധ്യാപകർ ഈ ലോക്ക്ഡൌൺ സമയത്തും സഭയിൽ വന്ന് ക്ലാസുകൾ ഓൺലൈനായിട്ട് ചിത്രീകരിക്കുവാൻ അവർ വന്നു പഠിപ്പിച്ചു. ലേലത്തിന് വേണ്ടി കുട്ടികളെ സജ്ജീകരിച്ചു, പരീക്ഷയ്ക്ക് വേണ്ടി സജ്ജീകരിച്ചു. അതുപോലെ എല്ലാ കാര്യങ്ങളിലും അവരെ റിവിഷൻ നടത്തുകയും അങ്ങനെ മറ്റു എല്ലാ കാര്യങ്ങളിലും അധ്യാപകർ വളരെ സജീവമായിട്ട് പങ്കെടുത്തു. എല്ലാ അധ്യാപകരെയും അധ്യാപകർക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, നമ്മുടെ സൺഡേ സ്കൂളിൽ ഏത് പ്രോഗ്രാം വെച്ചാലും എല്ലാ വിദ്യാർത്ഥികളും വളരെ സജീവമായിട്ട് തന്നെ പങ്കെടുത്തു. അതാണ് നമ്മുടെ സൺഡേ സ്കൂൾ ഇത്രയും വലിയ വിജയം. എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ രക്ഷകർത്താക്കൾ നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും പിള്ളേരെ സജ്ജീകരിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ പങ്കെടുപ്പിക്കാനായിട്ടുള്ള താല്പര്യം കാണിക്കുകയും ചെയ്ത എല്ലാ രക്ഷകർത്താക്കളെയും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലാ ഓൺലൈൻ ചിത്രീകരിച്ചത് നമ്മുടെ സഭയിലെ 2 യുവാക്കളായ അമലും സംഗീതമാണ്. ഒരു പ്രതിഫലം പോലും ഇച്ഛിക്കാതെ വാങ്ങാതെ അവരെ മിക്കവാറും എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ വന്ന് ഷൂട്ട് ചെയ്ത് അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് വളരെ നല്ല രീതിയിൽ നമ്മുടെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ചിത്രീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു. അവരെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ സൺഡേ സ്കൂൾ അധ്യാപകരായ രാജു സാറും ദിവേഷ് സാറും ടിറ്റോ സാറും ഒക്കെ നമ്മുടെ ഓൺലൈനിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ഭംഗിയായി നിർവഹിച്ചു. അവരുടെ നേതൃത്വത്തിലാണ് ഓൺലൈനായിട്ട് നന്നായിട്ട് നടക്കുവാനായിട്ട് സാധിച്ചത്. അവരോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ സഭാജനങ്ങൾ അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കും. കാരണം നമ്മുടെ പ്രാർത്ഥനയിൽ വഹിച്ചു. എല്ലാ കാര്യങ്ങളിലും അവരും നമ്മോടൊപ്പം ആയിരുന്നു. എല്ലാ സഭാജനങ്ങൾക്കും സൺഡേ സ്കൂൾ കമ്മിറ്റിയുടെയും എൻ്റെ സ്വന്തം പേരുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് അഖില ലോക സൺഡേ സ്കൂൾ ദിനമാണല്ലോ. 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ വ്യാവസായ വിപ്ലവം അരങ്ങേറിയപ്പോൾ അവിടെ വളരെ അരക്ഷിതാവസ്ഥയും വളരെ ദാരിദ്ര്യവും ഉണ്ടായ ആ സാഹചര്യത്തിൽ എല്ലാ വ്യക്തികൾക്കും ജോലി ചെയ്യേണ്ട ഒരു സന്ദർഭം ഉണ്ടായി. കൊച്ചു കുട്ടികൾ വരെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം. തിങ്കളാഴ്ച രാവിലെ മുതൽ ശനിയാഴ്ച രാത്രി വരെ അവർക്ക് എല്ലാ ദിവസവും ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ അവർ ഞായറാഴ്ച അവരൊരു ഫ്രീ ഉള്ള ദിവസം അവർ തെരുവുകളിൽ ഇറങ്ങി അക്രമാസക്തമാവുകയും അവിടെ അഴിഞ്ഞാടുകയും ചെയ്തു. അങ്ങനെ അവരെ എങ്ങനെയെങ്കിലും നേർവഴിയിൽ നടത്തണമെന്നുള്ള ആഗ്രഹത്തോടെ റോബർട്ട് റൈസ് ആ വിദ്യാർത്ഥികളെ വിളിച്ച് പ്രാഥമിക വിദ്യാഭ്യാസവും ദൈവവചന പഠനവും അവർ നടത്തി. അങ്ങനെ ആരംഭിച്ച സൺഡേ സ്കൂൾ പ്രസ്ഥാനം ഇന്ന് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നാമും അഖില ലോക സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുന്നത്. ഇന്ന് ഒരുപക്ഷെ നമുക്ക് റാലി നടത്താനായിട്ട് സാധിക്കുന്നില്ല, കാരണം കൊറോണയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം. എങ്കിലും നമുക്ക് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അത് ഭംഗിയായി ആചരിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒരു വലിയ പ്രസംഗമൊന്നും ഞാൻ നടത്തുന്നില്ല. എങ്കിലും സൺഡേ സ്കൂൾ കുട്ടികൾക്ക് അറിയാവുന്ന ദാനിയേലിന്റെ 1-2 പ്രത്യേകതകൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു.
നമുക്ക് അറിയാം ദാനിയേൽ. ആരായിരുന്നു ദാനിയേൽ? ബാബിലോൺ രാജാവ് ആയ നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം ആക്രമിക്കുകയും അവിടെ നിന്ന് യഹൂദന്മാരായ ആൾക്കാരെ പിടിച്ചുകൊണ്ടുവരികയും ചെയ്തു. എന്നിട്ട് രാജാവ് പറഞ്ഞു, എൻ്റെ രാജകൊട്ടാരത്തിൽ സേവകരായി ജോലി ചെയ്യാനായിട്ട് പിടിച്ചുകൊണ്ടുവന്ന യുവാക്കളെ, നല്ല ആൾക്കാരെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ദാവീദിനെയും ദാവീദിന്റെ കൂട്ടുകാരായ ശദ്രക്, മേശക്, അബേദ്നെഗോയെയും ഈ രാജാവിന്റെ സേവ ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. അവരെ കൽദയരുടെ ഭാഷ അഭ്യസിക്കാനും അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുവാനുമായിട്ട് അവരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. ഈ ദാനിയേൽ ഒരു ചില്ലറക്കാരനായിരുന്നില്ല. ദാനിയേൽ സുമുഖനായിരുന്നു, സുന്ദരനായിരുന്നു, എല്ലാ കാര്യങ്ങളിലും വളരെ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു, ജ്ഞാനിയായിരുന്നു, നല്ല കുടുംബത്തിൽ പിറന്ന യോഗ്യനായിരുന്നു. ഈ ദാനിയേലും കൂട്ടുകാരും ദൈവഭയമുള്ള വ്യക്തികളായിരുന്നു. ഈ രാജാവ് പറഞ്ഞു, ഈ പിടിച്ചുകൊണ്ടുവന്ന എല്ലാവരെയും രാജകൊട്ടാരത്തിൽ താമസിപ്പിച്ച് രാജഭോജനം അവർക്ക് നൽകണം, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. എന്നാൽ ദാനിയേൽ പറഞ്ഞു, അത് ഒരിക്കലും കഴിയില്ല, എനിക്ക് ആ ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കില്ല. ദാനിയേൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്, എനിക്ക് രാജാവിന്റെ ഭോജനം കഴിക്കാൻ സാധിക്കില്ല. ഒരു ഉറച്ച തീരുമാനം ദാനിയേൽ എടുക്കുകയാണ്. എന്താ കാരണം? യഹൂദന്മാർക്ക് ഉള്ള അവരുടെ ആചാരപ്രകാരമുള്ള ആഹാരമല്ല അത്. പിന്നെ അതുപോലെ അവിടുത്തെ വിഗ്രഹങ്ങളെ നിവേദിച്ചിട്ടുള്ള ഭോജനമാണത്. അതുമല്ല, ദൈവത്തിന് ഇഷ്ടമുള്ള ആഹാരമായിരുന്നില്ല അത്. അതുകൊണ്ട് ദാനിയേൽ പറയുന്നു, എനിക്ക് ഈ ഭോജനം വേണ്ട. അപ്പോ ക്ഷണാധിപൻ പറഞ്ഞു, ഇല്ല, അങ്ങനെ കഴിക്കാതിരുന്നാൽ അത് പ്രശ്നമാകും. അപ്പോ ദാനിയേൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമ്മൾ 10 ദിവസം പരീക്ഷിക്കും. നിങ്ങളുടെ ഇവിടുത്തെ ശാകാഹാരങ്ങൾ തന്ന് ഞങ്ങൾ കഴിച്ചുകൊള്ളാം. മറ്റ് രാജ്യഭോജനം ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ രാജ്യഭോജനം കഴിക്കുന്നതും നമ്മൾ ആത്മീയ മന്ന കഴിക്കുന്നതും ഒരുപോലെയാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും, 10 ദിവസം എനിക്ക് സമയം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ 10 ദിവസം ദാനിയേലിന് സമയം കൊടുത്തു. രാജാവിന്റെ ഭോജനം കഴിച്ച വ്യക്തികളെക്കാൾ ദാനിയേലും കൂട്ടുകാരും വളരെ ഉത്സാഹമുള്ളവരായിരുന്നു, വളരെ ആരോഗ്യവാന്മാരായിരുന്നു, പ്രസന്നവതന്മാരായിരുന്നു. അങ്ങനെ ദാനിയേലിന്റെ ഒരു ഉറച്ച തീരുമാനമാണ് അവിടെ നാം കാണുന്നത്. ദാനിയേൽ പറയുന്നു, ദൈവത്തിന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ദാനിയേലിന് അപ്പോഴൊരു 18-20 വയസ്സിലാണ്. ദാനിയേൽ ഒരു അടിമയായിരുന്നു. അവൻ അവിടെ രാജാവായിട്ടല്ല വന്നത്, ഒരു രാജാവിന്റെ അതിഥിയായിട്ടല്ല വന്നത്. അടിമയായി വന്ന ഒരു ബാലൻ രാജകൊട്ടാരം പറയുന്നു, ഞാൻ ഈ രാജഭോജനം ഞാൻ കഴിക്കുകയില്ല. അവന്റെ ഒരു ഉറച്ച തീരുമാനം. കാരണം ഈ രാജഭോജനം ദൈവത്തിന് ഇഷ്ടമില്ല. നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യില്ല. ഈ രാജകൊട്ടാരത്തിലല്ല, പ്രസിഡന്റിന്റെ മന്ദിരത്തിലല്ല, എവിടെ ആയിരുന്നാലും ഞാൻ ധൈര്യത്തോടെ പറയും, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ഞാൻ ചെയ്യില്ല. നമുക്കിന്നൊരു തീരുമാനം എടുക്കുന്നു. നമ്മുടെ എന്താണ് നമുക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നമ്മുടെ പ്രവൃത്തിയാണോ, അതോ നമ്മുടെ സംസാരമാണോ, നമ്മുടെ നടപ്പാണോ, നമ്മുടെ വസ്ത്രധാരണമാണോ? എന്താണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്? അത് ഞാൻ ഇനി ചെയ്യില്ല. ദൈവത്തിന് ഇഷ്ടമുള്ള വഴിയെ ഞാൻ നടക്കും എന്നുള്ള ഒരു പുതിയ തീരുമാനം നമുക്ക് ഇന്ന് എടുക്കാമോ? തുടർന്ന് നാം ദാനിയേലിന്റെ അധ്യായം വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് ആ കൊട്ടാരത്തിലുള്ള ആർക്കും സാധിച്ചില്ല, ആ രാജ്യത്തുള്ള ആർക്കും സാധിച്ചില്ല. മന്ത്രവാദികൾ വന്നു, പരീക്ഷന്മാർ വന്നു, പ്രമാണികൾ വന്നു, എല്ലാവരും വന്നു, ആർക്കും സാധിക്കില്ല. ദാനിയേൽ പറഞ്ഞു, ഞാൻ അതിന് വ്യാഖ്യാനിച്ചില്ല, എന്റെ ദൈവം എനിക്കത് അരുളി ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് ദാനിയേൽ നേരെ ഭവനത്തിൽ പോയി തന്റെ കൂട്ടുകാരുമൊത്ത് ആലോചിക്കുകയാണ്. ദാനിയേൽ ഇന്ന് യെരൂശലേമിലല്ല താമസിക്കുന്നത്, ബാബിലോണിലാണ് താമസിക്കുന്നത്, രാജാവിന്റെ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. പക്ഷേ അവന്റെ പഴയ കൂട്ടുകാരെ അടുത്ത് പോയാണ് ചർച്ച ചെയ്യുന്നത്. കാരണം ഈ കൂട്ടുകാർ ദൈവഹിതം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന കൂട്ടുകാരായിരുന്നു. അവന് വേണമെങ്കിൽ പുതിയ കൂട്ടുകാരെ തേടി പോകാമായിരുന്നു, പുതിയ മാനങ്ങൾ നേടി പോകാമായിരുന്നു. പക്ഷേ അവന്റെ പഴയ ആ സ്നേഹിതന്മാരെ കൂടെ നിർത്തി അവരുമായി ആലോചിച്ചു. കാരണം ദൈവഹിതം വെളിപ്പെട്ടു വരുവാനായിട്ട് അവന്റെ ദൈവഹിതം അറിയുന്ന കൂട്ടുകാരെ തിരഞ്ഞ് അവൻ പോയി. നമുക്ക് എത്ര പേർ പറയാൻ സാധിക്കും, നമ്മുടെ കൂട്ടുകാർ ദൈവഹിതം പ്രവർത്തിക്കുന്നവരാണ്, എന്റെ കൂട്ടുകാരൻ ദൈവഹിതം അറിയുന്നവനാണ്,
എത്ര പേർക്ക് എന്ന് പറയാനായിട്ട് സാധിക്കും? നമ്മുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നാം പ്രത്യേകം സൂക്ഷിക്കുക. കാരണം ഒരു വ്യക്തി തകർന്നു പോകാൻ അവന്റെ കൂട്ടുകെട്ട് കാരണമാകും. നല്ല ഒരു കൂട്ടുകാരനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു മോശം കൂട്ടുകാരനെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അതുകൂടെ തകർന്നു പോകും. ദൈവ ഇഷ്ടം ആഗ്രഹിക്കുന്ന, ദൈവത്തിന് ഇഷ്ടമുള്ള കൂട്ടുകാരെ നാം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. തുടർന്ന് നാം വായിക്കുമ്പോൾ അവിടെ രാജാവിനെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ പാടില്ല എന്ന് ഒരു നിയമം അവിടെ കൊണ്ടുവന്നു. എന്നാൽ 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്, ദാനിയേൽ മുമ്പേ ചെയ്തു വന്നതുപോലെ 3 നേരവും മുട്ടുകുത്തി അവൻ പ്രാർത്ഥിച്ചു. അവന്റെ ശീലമാണ്, അവൻ്റെ ഒരു പ്രാർത്ഥനാ ശീലമുള്ള വ്യക്തിയായിരുന്നു ദാനിയേൽ. ഒരുപക്ഷെ രാജകൽപ്പന ഉണ്ടാവാം, പുതിയ സ്ഥലത്താവാം. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ പുതിയ സ്ഥലത്ത് പോകുമ്പോൾ പുതിയ രീതികൾ. എന്നാൽ ദാനിയേലിന്റെ ശീലമായിരുന്നു അത് 3 നേരം മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ശീലം. നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥനാശീലമുണ്ട്? പ്രാർത്ഥിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, യേശുവെ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. ദാനിയേൽ ഒരു പ്രാർത്ഥനാശീലമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ദൈവം ദാനിയേലിനെ അനുഗ്രഹിച്ചു. സൺഡേ സ്കൂൾ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നാം രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥനയോടെ ആ ദിവസം ആരംഭിക്കണം. നാം സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥനയോടെ സ്കൂളിൽ പോകണം. പഠിക്കാൻ ഇരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ പഠിക്കാൻ ആരംഭിക്കണം. കിടക്കുമ്പോൾ പ്രാർത്ഥനയോടെ കിടക്കണം. നമ്മുടെ പ്രാർത്ഥനാശീലമുള്ള വ്യക്തിയായി നമ്മൾ വളരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദൈവം അനുഗ്രഹിക്കും. ദാനിയേൽ ആരായിരുന്നു? ബാബിലോൺ രാജ്യത്തിലെ 120 ദേശാധിപന്മാരിൽ പ്രധാനിയായ 3 അധ്യക്ഷന്മാരിൽ ഒരാളായിരുന്നു. ബാബിലോൺ രാജ്യം ഭരിക്കാൻ 120 പേര് രാജാവ് തിരഞ്ഞെടുത്തു. അതിൽ പ്രമുഖരായ 3 പേരെ തിരഞ്ഞെടുത്തു. അതിൽ പ്രധാനിയായിരുന്നു ദാനിയേൽ. ദാനിയേൽ ഒരു പ്രാർത്ഥനാശീലമുള്ള വ്യക്തിയായിരുന്നു. ദാനിയേൽ മറ്റു വലിയ കഴിവുകളൊന്നുമില്ല, പക്ഷേ അവൻ ദൈവ ഇഷ്ടം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ദാനിയേലിനെ നശിപ്പിക്കുവാനായിട്ട്, അവനെ കൊന്നുകളയാനായിട്ട് പല അവിടുത്തെ ദേശാധിപന്മാർ ശ്രമിച്ചപ്പോൾ നടന്നില്ല. 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് അവന്റെ പേരിൽ ഒരു കുറ്റവും ചുമത്താനായിട്ട് സാധിക്കുന്നില്ല. ദാനിയേൽ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് അവന്റെ പേരിൽ ഒരു കുറ്റവും ചുമത്തുവാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? നാം വിശ്വസ്തരാണ്. ദൈവസന്നിധിയിൽ നാം വിശ്വസ്തരാണ്. ഭവനത്തിൽ നാം വിശ്വസ്തരാണ്. സഭയിൽ നാം വിശ്വസ്തരാണ്. നമ്മൾ ചെയ്യുന്ന ജോലി സ്ഥലത്ത് നാം വിശ്വസ്തരാണ്. നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ നാം വിശ്വസ്തരാണ്. എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും, ഞാൻ ദൈവത്തിന് മുൻപാകെ വിശ്വസ്തനാണ്? നമുക്കറിയാം യോസേഫിന്റെ കഥ. യോസേഫ് രഹസ്യത്തിലും വിശ്വസ്തനായിരുന്നു. യോസേഫിന് വേണമെങ്കിൽ പോത്തിഫറിന്റെ വീട്ടിൽ രഹസ്യമായി പാപം ചെയ്യാമായിരുന്നു. രഹസ്യത്തിലും വിശ്വസ്തനായിരുന്നു. നമുക്ക് എത്ര പേർക്ക് പറയാനായിട്ട് സാധിക്കും, ഞാൻ എല്ലാവരുടെ മുമ്പിലും വിശ്വസ്തനാണ്, എന്റെ ദൈവസന്നിധിയിലും പറയാനായിട്ട് സാധിക്കും. സമയത്തിന്റെ പരിമിതി കൊണ്ട് വളരെ വേഗം അവസാനിപ്പിക്കാം. ദാനിയേലിനെ ദൈവം അനുഗ്രഹിച്ചത് ഒരു ഉറച്ച തീരുമാനമുള്ള വ്യക്തിയായിരുന്നു. ദൈവത്തോട് ഇഷ്ടമുള്ള കൂട്ടുകെട്ട് ഉള്ള വ്യക്തിയായിരുന്നു. പ്രാർത്ഥനാശീലമുള്ള വ്യക്തിയായിരുന്നു. വിശ്വസ്തനായിരുന്നു. 1860 ജനിച്ച് 1936 അമേരിക്കയിൽ മരിച്ച ശാമുൽ ബ്രിങ്കൾ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായ ശാമുൽ ബ്രിങ്കൾ ദൈവവേല ചെയ്യണമെന്ന് വളരെ ആഗ്രഹത്തോടെ സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ വില്യം ബൂത്തിന്റെ അടുത്തേക്ക് കടന്നുപോയി. വില്യം ബൂത്തിന്റെ ഡോറിൽ പോയി മുട്ടി. വില്യം ബൂത്ത് ഡോർ തുറന്നു. ഒരു വളരെ ഭംഗിയില്ലാത്ത, വളരെ സൈസില്ലാത്ത ഒരു കൊച്ചു മനുഷ്യൻ. വില്യം ബൂത്ത് കഥവടച്ചു. 3ാമതും ദേഹം മുട്ടി. വില്യം ബൂത്ത് കഥ തുറന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വേണം? ശാമുൽ ബ്രിങ്കൾ പറഞ്ഞു, എനിക്ക് ദൈവവേല ചെയ്യണം. നിങ്ങളുടെ മിനിസ്ട്രിയിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം. എനിക്ക് ദൈവവേല ചെയ്യണം. ഞാൻ അതിനു വേണ്ടിയാണ് കടന്നു വന്നത്. വില്യം ബൂത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ആ കാണുന്ന ഷൂ റാക്ക് ഇരിക്കുന്ന മുറിയിൽ പോയി നീ അവിടെ ജോലി ചെയ്യണം. അവിടെ തന്നെ നീ ഇരുന്നോളണം. നിനക്ക് അവിടെ ഭക്ഷണം കിട്ടും. നീ അവിടെ തന്നെ കിടന്നോളണം. നീ പുറത്തിറങ്ങരുത്. നീ ആ ഷൂ റാക്കുകൾ എല്ലാ ദിവസവും വൃത്തിയാക്കി വെക്കണം.
ഈ വില്യം ബൂത്ത് വിചാരിച്ചു അതിനെ നാറ്റമടിച്ച് അതിന്റെ പൊടിയടിച്ച് ആ കുടിച്ചുമുറിയിൽ ഇവന് കഴിയാനായിട്ട് സാധിക്കില്ല, അവൻ കളഞ്ഞിട്ട് പോകുമെന്ന് വിചാരിച്ചു. എന്നാൽ സാമുവൽ ബിംഗൾ നീണ്ട 16 വർഷം ആ മുറിയിൽ ചൂളെ പോളിഷ് ചെയ്ത് അവന്റെ ജോലി ഭംഗിയായി ചെയ്തു. ഈ 16 വർഷം അവന്റെ ജോലികൾ ഭംഗിയായി ചെയ്ത് തീർത്തതിന് ശേഷം അവൻ കിട്ടുന്ന സമയങ്ങളിൽ ഇരുന്ന് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നു, എല്ലാ ദിവസവും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ നീണ്ട 16 വർഷങ്ങൾ അവൻ ആരോടും ഒന്നും പറയാതെ, ഒരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാതെ, ഒരു പ്രതിഫലവും കൂടുതൽ പ്രതിഫലവും ഇച്ഛിക്കാതെ, അവൻ ആരും അറിയാതെ ആ മുറിയിൽ ദൈവവുമായി എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരുന്നു. ആ സമയത്ത് സാൽവേഷൻ ആർമിയുടെ ഒരു വലിയ മെഗാ കൺവെൻഷൻ നടക്കുകയാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന മെഗാ കൺവെൻഷൻ. 7 ദിവസത്തെയും ലോകപ്രശസ്തനായ 7 വ്യക്തികളെ ഈ വില്യം ബൂത്ത് ഫിക്സ് ചെയ്തു. അങ്ങനെ കൺവെൻഷൻ നടന്നു വരുന്നു. 50,000-ൽ പരം ആൾക്കാർ ആ കൺവെൻഷനിൽ കടന്നു വരികയാണ്. 6 ദിവസം വളരെ ഗംഭീരമായി കൺവെൻഷൻ നടന്നു. 7-ാം ദിവസം രാവിലെ, 7-ാം ദിവസമാണ് ഏറ്റവും പ്രഗത്ഭനായ വ്യക്തി വരേണ്ടത്. 7-ാം ദിവസം രാവിലെ ആ വ്യക്തി കമ്പി കടിക്കുകയാണ്, അല്ലയോ വില്യം ബൂത്തെ, എനിക്കിന്ന് വരാനായിട്ട് സാധിക്കില്ല, നിങ്ങൾ ക്ഷമിക്കണം, വേറെ ആരെയെങ്കിലും അറേഞ്ച് ചെയ്യണം. ഈ വില്യം ബൂത്ത് തകർന്നുപോയി. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് കൂടി, അല്ലയോ ദൈവമേ, എന്നോട് എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു, എനിക്കിനി ആരെ കിട്ടും, ഈ ഒരു രാത്രി, ഇന്നത്തെ രാത്രി എനിക്കിനി ആരെ പ്രസംഗിക്കാനായിട്ട് കിട്ടും, അതിനായിട്ട് എനിക്ക് ഒരാളെ ഒരുക്കി തരണമേ. ദൈവം പറഞ്ഞു, നീ പോയി നിന്റെ ഷൂറാക്കിൽ ഇരിക്കുന്ന മുറിയിൽ പോയിട്ട് സാമുവൽ ബ്രിങ്കിളിനോട് പറ, ഇന്നത്തെ ദൈവവചനം സംസാരിക്കുക. വില്യം ബൂത്ത് ഒന്നുകൂടെ ഞെട്ടി. 16 വർഷം എൻ്റെ വീട്ടിൽ ഷൂറാക്കുകൾ പോളിഷുന്ന ഈ വ്യക്തിയോ? അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്തായാലും ദൈവം പറഞ്ഞാൽ ഞാൻ പോകാം. പക്ഷേ സാമുവൽ ബ്രിങ്കിൾ ഒരിക്കലും സമ്മതിക്കില്ല, അവൻ പേടിച്ച് പിന്മാറും എന്നുള്ള വിശ്വാസത്തോടെ അദ്ദേഹം ഈ സാമുവൽ ബ്രിങ്കിളിന്റെ മുറിയിലേക്ക് കടന്നുപോയി. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ പ്രാസംഗികൻ വരുന്നില്ല, എനിക്ക് എന്നോട് ദൈവം പറഞ്ഞു ഇന്ന് സാമുവൽ ബ്രിങ്കിളാണ് ദൈവവചനം സംസാരിക്കേണ്ടത്, അതുകൊണ്ട് നീ ഇന്ന് പ്രസംഗിക്കണം. സാമുവൽ ബ്രിങ്കിൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ശരി, ഞാൻ പ്രസംഗിക്കാം. വില്യം ബൂത്തിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് സാമുവൽ ബ്രിങ്കിൾ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാം. വില്യം ബൂത്ത് പറഞ്ഞു, നീ കാണിച്ച് വൈകുന്നേരം നീ എടുത്ത് വാ. വൈകുന്നേരം വന്നപ്പോൾ അവിടെയുള്ള നല്ല കോട്ടുകളും നല്ല ഷൂകളൊക്കെ ഇട്ടു നോക്കി, പക്ഷേ എല്ലാം അവന് വലുതാണ്. ഒരു ലോഹം പോലെ ഇട്ടുകൊണ്ട് വൈകുന്നേരത്ത് ആ സ്റ്റേജിലോട്ട് സാമുവൽ ബ്രിങ്കിൾ കടന്നു വരികയാണ്. 50,000-ൽ പരം വിശ്വാസികൾ ഇരിക്കുന്ന ആ സ്റ്റേജിലേക്ക് ഇദ്ദേഹം നടന്നു വന്നിട്ട് മൈക്കിന് മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം കണ്ണുകളെ ഇറുക്കി അടച്ചു, പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കണ്ണു തുറന്നു, പ്രാർത്ഥന കഴിഞ്ഞു. നോക്കിയപ്പോൾ ഈ 50,000 കാണികളെയും കാണാനില്ല. അയാൾ സ്റ്റേജിൽ നോക്കി, സ്റ്റേജിലുമില്ല, ആരുമില്ല, പന്തലിൽ ആരുമില്ല. അദ്ദേഹം വളരെ വിഷമത്തോടെ വിചാരിച്ചു, എൻ്റെ പ്രസംഗം എൻ്റെ പ്രാർത്ഥന കേട്ട് പ്രസംഗത്തിന് മുമ്പേ എല്ലാവരും കടന്നുപോയി. പക്ഷേ ചെറിയ ഞെരക്കം കേട്ട് അയാൾ കണ്ണു തുറന്ന് ഒരിക്കലും സൂക്ഷിച്ചു നോക്കിയപ്പോൾ എല്ലാവരും ഇരിക്കുന്ന ആ സീറ്റിന്റെ അടിയിൽ കമഴ്ന്ന് കിടന്ന് കരഞ്ഞ് മാനസാന്തരപ്പെടുന്ന ഒരു അനുഭവം. ഈ 50,000-ൽ പരം കാണികൾ ഒരുമിച്ച് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ദൈവസന്നിധിയിൽ. ഈ 5 മിനിറ്റ് പ്രാർത്ഥന കൊണ്ട് ഈ സാമുവൽ ബ്രിങ്കിൾ, അന്നു മുതൽ സാമുവൽ ബ്രിങ്കിളിന്റെ ഒരു ആത്മീയ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടായി. പിൽക്കാലത്ത് സാമുവൽ ബ്രിങ്കിൾ സാൽവേഷൻ ആർമിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാന പ്രസിഡന്റുമാരിൽ ഒരാളായി തീർന്നു. എന്തുകൊണ്ട് ഇദ്ദേഹം ഈ ഒരു പ്രധാന വ്യക്തിയായി മാറി? 16 വർഷം വളരെ ക്ഷമയോടെ, വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരുന്നു. അവൻ വളരെ വിശ്വസ്തനായിരുന്നു. നമുക്കൊരു തീരുമാനം എടുക്കാമോ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. നമ്മൾ ഇത്ര വർഷം പ്രാർത്ഥിച്ചല്ലോ, ഇത്ര വർഷം നമ്മൾ ദൈവത്തിന്റെ കൂടെ നടന്നല്ലോ, എനിക്കൊരു പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിക്കുന്ന, നിരാശപ്പെടുന്ന ആ നിമിഷത്തിൽ നാം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ദൈവം തരുന്ന അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. യോസേഫ് രഹസ്യത്തിലും വിശ്വസ്തനായിരുന്നു, അവൻ മിസ്രൈമിന്റെ പ്രധാനമന്ത്രിയായി. ദാനിയേൽ വിശ്വസ്തനായിരുന്നു, അവൻ ഏറ്റവും വലിയ അധിപനായി. നമ്മുടെ ജീവിതത്തിലും നമുക്ക് പുതിയ തീരുമാനമെടുക്കാമോ? ഇന്നു മുതൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ, വിശ്വസ്തയോടെ, വിശ്വസ്തനായി ഞാൻ മുന്നേറും. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. തലകളെ വണക്കി പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന ഇരിപ്പിൽ നമ്മുടെ തലകളെ വണക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചന സത്യങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ദാനിയേലിനെ പോലെ വിശിഷ്ട ജീവിതം നയിപ്പാൻ
അവിടുന്ന് ഞങ്ങളെയും വിളിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതം എല്ലായ്പ്പോഴും അങ്ങേക്ക് സ്തുതിയായിരിക്കുന്നതിന് ഞങ്ങളുടെ കൂട്ടുകെട്ടുകൾ, ഞങ്ങളുടെ ജീവിതചര്യകൾ തിരുവിഷ്ടത്തിന് യോഗ്യമായതായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അപ്രകാരം ഞങ്ങൾ തിരുസന്നിധിയിൽ വിശ്വസ്ത ജീവിതം നയിച്ച് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ചെറുതോ വലുതോ എന്നതിലല്ല, ഞങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തരായിരുന്നുവോ എന്ന് അവിടുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. കർത്താവെ, അപ്രകാരം ഞങ്ങളുടെ ജീവിതം നയിപ്പാൻ അവിടുന്ന് ഞങ്ങളെ വിലയിരുത്തുമ്പോൾ കുറവില്ലാത്തവരായി കാണത്തക്കവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളിൽ താഴ്മ സ്വീകരിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ എല്ലായ്പ്പോഴും നന്ദിയോടും കളങ്കമില്ലാത്തവരുമായി നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ബ്രിങ്കിളിൻ്റെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ അവിടുന്ന് ചെയ്തു. തൻ്റെ ജീവിതം അനേകർക്ക് അനുഗ്രഹകരമാക്കി മാറ്റി. ഞങ്ങളുടെ ഈ ജീവിതങ്ങളിൽ മറ്റാരും ഞങ്ങളെ അംഗീകരിക്കുന്നതിനില്ലാതിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെ അംഗീകരിച്ച് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി അവിടുത്തെ വലിയ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്രകാരം ഞങ്ങളെ അവിടുന്ന് എല്ലായ്പ്പോഴും മുന്നോട്ട് നയിക്കണമേ. ഞങ്ങളോട് വചനം സംസാരിച്ച പ്രിയപ്പെട്ട അവിടുത്തെ ദാസനെ അവിടുന്ന് അനുഗ്രഹിച്ച് തുടർന്നും ശക്തിയായി തിരുവചനം ഘോഷിപ്പാൻ അവിടുന്ന് സഹായിക്കണം. ഞങ്ങളുടെ സൺഡേ സ്കൂളിനായ പ്രവർത്തനങ്ങൾക്കായും സ്തോത്രം ചെയ്യും. യേശുമശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരാഴ്ചക്കാലം നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തീയ ആരാഘോഷ പ്രവർത്തനങ്ങളിലാണ് നാം ഏർപ്പെടുന്നത്. ഇന്നേ ദിനം നമ്മുടെ ആരാധനകളിലൂടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നു. നാളത്തെ ദിവസത്തിൽ നാം നേരത്തെ കേട്ടതുപോലെ പ്രാർത്ഥനാ ദിനമായിട്ട് വേർതിരിച്ച് സൺഡേ സ്കൂളിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോ ആ ഭവനങ്ങളിലെ പ്രിയപ്പെട്ട മാതാപിതാക്കളോ രോഗികളായിരിക്കുന്ന ഭവനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഭവനങ്ങളെ സന്ദർശിച്ച് അവർക്കായി പ്രാർത്ഥിക്കുന്നതിനുള്ള ഒരു ദിവസമായി വേർതിരിക്കുന്നു. മറ്റ് ദിവസങ്ങൾ പരിസ്ഥിതി ദിനത്തെ പരിപോഷിപ്പിക്കുന്നതിനും ദൈവത്തോടുള്ള പ്രതിബദ്ധതയിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് വേർതിരിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച നമ്മുടെ ആലയത്തിൽ തിരുവചന പാരായണമാണ് ക്രമീകരിക്കുന്നത്. വ്യാഴാഴ്ച പ്രാർത്ഥനയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച BBSൻ്റെ ഫോളോ ദിനമായിട്ട് വേർതിരിച്ച് അതിൻ്റെ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകും. ശനിയാഴ്ച നാം തിരുവചന പാരായണ ദിനമായിട്ട് തിരുവാലയത്തിൽ കൂടി വന്ന് അത് നിർവഹിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന ഞായറാഴ്ച അതിൻ്റെ സമാപന ആരാധനയായി ക്രമീകരിച്ച് അവസാനിപ്പിക്കുന്നു. ഈ വർഷം നമുക്ക് പല പരിമിതികളുണ്ടെങ്കിലും പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുവാനും അതനുസരിച്ച് നമ്മുടെ മറ്റെല്ലാ ക്രമീകരണങ്ങളിലും മുന്നോട്ട് പോകുന്നതിനും സൺഡേ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തകരും, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ സെക്രട്ടറി നമ്മുടെ ദൈവവചനം സംസ്കരിച്ച വിനോജിതി സാരസം തുടങ്ങിയ ആളുകളും കാണിച്ച എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിന് മഹത്വമായും ദൈവസ്തുതിക്കായും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറയ്ക്ക് വളരുന്നതിനുള്ള നിദാനമായി കർത്താവിൽ നിലനിൽക്കുന്നതിനുള്ള അവസരമായും ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സൺഡേ സ്കൂളിൻ്റെ ഈ വർഷത്തെ നമ്മുടെ ആരാഘോഷ പ്രവർത്തനങ്ങളെ പിതാപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മോടൊപ്പം ദൈവകൃപ എപ്പോഴും ഉണ്ട് എന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കടന്നെല്ലാം 256 പാട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാടാം. പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കടന്നെല്ലാം 256 പാട്ട്. One God,
ഞങ്ങളുടെ സങ്കേതവും ബലവുമായി ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, മുൻകാലത്തിൽ അവിടുന്ന് സഹായകനായി കൂടെ ഇരുന്നു. ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം കാലാകാലങ്ങളിൽ അവിടുന്ന് ഒരുക്കി ഇന്നുവരെയും നടത്തി. അതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം അവിടുന്ന് സ്നേഹിക്കുകയും അവിടുത്തെ കൃപയിൽ അവരെ നിലനിർത്തുകയും ചെയ്യുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ പൈതങ്ങളും ദൈവകൃപയിൽ മുതിർന്നു വരുവാൻ, മനുഷ്യർക്കും ദൈവത്തിനും പ്രസാദമുള്ളവരായി ഈ ലോകത്തിൽ ജീവിച്ച് അവരുടെ ജീവിതത്തിൽ വിശ്വസ്തയോടെ നിലനിൽപ്പാൻ അവിടുന്ന് അവരെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണം. ഞങ്ങളെ കേൾപ്പിച്ച തിരുവചന സത്യങ്ങൾക്കായി ഞങ്ങളാകെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സമഗ്രമായ വളർച്ചയുടെ മുഖാന്തരങ്ങളെ അവിടുന്ന് നൽകി ഞങ്ങളെ എല്ലായ്പ്പോഴും നിലനിർത്തുന്ന കരുണകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്തവരെ എല്ലാവരെയും ആളാമൃതയായിട്ട് അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് വിവിധ മുഖാന്തരങ്ങളിലൂടെ അങ്ങ് ആരാധിപ്പാനും തിരുനാമത്തിന് മഹത്വമായും സ്തുതിയായും ജീവിപ്പാനും അവിടുന്ന് നൽകുന്ന സാധ്യതകൾക്കായി സ്തോത്രം. എല്ലായ്പ്പോഴും അവിടുത്തെ കാര്യങ്ങളെ കാണിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ അനുഗ്രഹപ്രദമായി മുന്നോട്ട് നയിക്കണം. ദൈവശക്തിയുടെ മഹത്വം അനുഭവിപ്പാൻ എല്ലായ്പ്പോഴും അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ സജ്ജമാക്കണം. യേശുമശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുവേശുവിൽ കാക്കട്ടെ. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹവും കാവലും നമ്മുടെ ഇടയിലുണ്ടായി നമ്മോടെല്ലാവരോടും നാം കേട്ട തിരുവചന സത്യങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.